കൊല്ലം കടയ്ക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 അഡ്മിഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കുട്ടികളുടെ പ്രതിഷേധം. 100-ലേറെ വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനം സ്കൂൾ പ്രിൻസിപ്പാളിന് രക്ഷിതാക്കൾ കൈമാറി. കടയ്ക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 591 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയ സ്കൂളിൽ 155 കുട്ടികൾക്ക് A+ ലഭിച്ചിരുന്നു. എന്നാൽ വിജയിച്ച ഭൂരിപക്ഷം കുട്ടികൾക്കും ഈ സ്കൂളിൽ തുടർ പഠനം സാധ്യമായില്ല. 3 ബാച്ചുകളിലായി 150 കുട്ടികൾക്കാണ് ആകെ സീറ്റുള്ളത്. കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കഴിഞ്ഞ വർഷം SSLC പാസ് ഔട്ട് ആയത് 592 പേരാണ്. അതിൽ 150ഓളം പേർക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. ഈ ഫുൾ A+ നേടിയ കുട്ടികൾക്ക് പോലും മെറിറ്റ് സീറ്റിൽ ഇവിടെ അഡ്മിഷൻ നേടുന്ന രീതിയിലുള്ള ബാച്ചുകൾ നിലവിലില്ല. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു മാനേജ്മെന്റ് സീറ്റെങ്കിലും പ്രതീക്ഷിച്ച് അവിടെ ചെന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണം നിങ്ങളുടെ കുട്ടിയെ എന്തിനാണ് 8ാം ക്ലാസ്സിൽ തിങ്ങേൽ സ്കൂളിൽ ചേർത്തത് എന്നാണ്. അതേസമയം സമീപത്തെ സ്വകാര്യ സ്കൂളിന് 7 ബാച്ച് അനുവദിച്ചതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എനിക്ക് ബയോളജി സയൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ അതിന് വരെ ചോദിക്കുന്നത് 70,000 രൂപയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാച്ചുകളില്ല. സയൻസിന് ഇവിടെ ഒറ്റ ബാച്ചുകളില്. ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ മറ്റു സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ, മാനേജ്മെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതാണ്. സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനേജ്മെന്റ് സ്കൂളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്കൂളിനെ ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത്. സ്വകാര്യ സ്കൂളുകളിൽ വലിയ തുക കൊടുത്ത് സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അടിസ്ഥാന സൗകര്യം ഏറെയുള്ള സർക്കാർ സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിക്കാത്ത സർക്കാർ സമീപനം സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ സഹായിക്കാനാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.